ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്ന സബ്ജക്റ്റ് അല്ലേ, നമുക്ക് ഒരുപാട് വായിച്ച് പഠിക്കാനുള്ള സബ്ജക്റ്റ്. അതായത് ഒരുപാട് കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായി സോഷ്യൽ സയൻസിൽ ഓരോ കാര്യങ്ങൾ, ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതായത് ഓരോ ചാപ്റ്ററിന്റെയും ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിനെ നമ്മുടെ നോട്ട്ബുക്കിന്റെ ഒരു ഒറ്റ പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഷോർട്ടാക്കി ഒതുക്കുക. ആ രീതിയിൽ നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ ആ രീതിയിൽ നമ്മൾ ഷോർട്ടാക്കി പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കൻ റവല്യൂഷൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ SSLC ഓരോ ടോപ്പിക്കും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് എന്തിനല്ല, ഇത് ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കാനോ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ആർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നതാ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ എന്ത് ചെയ്യാൻ പോകും, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വെച്ച് ചെയ്യാം. റെഡി? അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ, ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കൺവിൻസ് ആയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഷോർട്ട് നോട്ട് തയ്യാറാക്കാം. റെഡി? അപ്പോൾ നമ്മൾ അമേരിക്കൻ വാർ ഓഫ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പേജ് വിചാരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു പേജ് ഉണ്ട്, ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷും ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാണ്, ഒരു ഇത് വരയ്ക്കുക കേട്ടോ. തൽക്കാലത്ത് നമ്മളൊരു കോളം വരയ്ക്കുന്നു. ഇവിടെ ഇത് ആകെ ഇത് ഒരു ബുക്കിന്റെ പേജാന്ന് വിചാരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഒരു പേജ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇത് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ്, ഇവിടെ നമ്മൾ എന്താണ് മലയാളം. റെഡി? ഇംഗ്ലീഷും മലയാളം, അല്ലെങ്കിൽ കുറച്ചും കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ. ശരിക്കും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പ്രധാനം നമുക്ക് വെറും നാല് കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുടിയേറ്റം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ കളർ മാറ്റില്ല, നമുക്ക് മൈഗ്രേഷൻ. നമ്പർ 1 അമേരിക്കൻ റവല്യൂഷൻ ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ കുടിയേറ്റം, മൈഗ്രേഷൻ. എന്നാ മൈഗ്രേഷൻ തുടങ്ങിയത്? മൈഗ്രേഷൻ തുടങ്ങിയത് സിമ്പിൾ ആണ്, പിടിച്ചോ. 16th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്തു. 18th സെഞ്ചുറി ആയപ്പോഴേക്കും 13 കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. പരിപാടി കഴിഞ്ഞു. 16th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്ത മൈഗ്രേഷൻ 18th സെഞ്ചുറി എത്തിയപ്പോൾ 13 കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഉണ്ടാക്കി. മൈഗ്രേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മൈഗ്രേഷൻ കാരണം ആ കോളനിയെ, അമേരിക്കൻ കോളനിയെ അവരെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, എന്തിനു വേണ്ടിയിട്ട്, എ സെന്റർ ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ്, എന്താണ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു ഉറവിടമായും ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായി അമേരിക്കൻ കോളനി അവർ മാറ്റുക. അതിനുവേണ്ടി അവർ നടപ്പിലാക്കിയത്, ഇത് മെർക്കന്റലിസ്റ്റ് ലോ ആണ്. നമ്മൾ രണ്ടാമത് എന്താ പഠിക്കേണ്ടത്, നമ്പർ 2 എന്താ, മെർക്കന്റലിസ്റ്റ് നിയമം. മെർക്കന്റലിസ്റ്റ് ലോ, എത്ര മെർക്കന്റലിസ്റ്റ് ലോ ഉണ്ട്? 5 മെർക്കന്റലിസ്റ്റ് ലോ ഉണ്ട്. ഓക്കെ, എത്ര എണ്ണം ഉള്ളത്? 5 എണ്ണം ഉണ്ട്. ഈ 5 മെർക്കന്റലിസ്റ്റ് ലോ നിങ്ങൾ പഠിക്കണേ. ഇതാണ്. ഇനി അടുത്തത്, ഇനി രണ്ട് കാര്യമുള്ളൂ ഇനി ആകെ. അതിൽ ഒന്നാമതാണ്, അല്ലെങ്കിൽ അടുത്ത മൂന്നാമതാണ് എന്താണ്, ഒരു ഗ്യാപ്പ് ഞാൻ വിടുന്ന പറഞ്ഞുതരാം കേട്ടോ. മൂന്നാമത്തത് ഒന്നാം വൻകര സമ്മേളനം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത് അടുത്തെന്താ, രണ്ടാം വൻകര സമ്മേളനം. എന്താ, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളേ. ഇനി ഇതിന്റെ ഇടയിൽ നിങ്ങൾ തിരികെ കൊടുക്കേണ്ട കാര്യമുണ്ട്. അതിൽ മെർക്കന്റലിസ്റ്റ് ലോ നമ്മൾ പഠിച്ചതാണല്ലോ. നമുക്ക് എങ്ങനെയാണ് മെർക്കന്റലിസ്റ്റ് ലോ സിമ്പിളായി പഠിക്കുക എന്നുള്ളത്. 5 മെർക്കന്റലിസ്റ്റ് ലോയിൽ 5 കാര്യങ്ങളാ പറയാം. ആ 5 കാര്യങ്ങളുടെ ആ കാര്യം മാത്രം പഠിക്കുക. നമ്പർ 1 എന്തുമായി ബന്ധപ്പെട്ടാണ്, ഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അവരുടെ ഷിപ്പിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുവരാനും കയറ്റി അയക്കാൻ പറ്റുള്ളൂ അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താ,
സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അവിടെ അച്ചടിക്കുന്ന എല്ലാ കാര്യത്തിലും അവരുടെ സ്റ്റാമ്പ് വേണം. പിന്നെയോ പിന്നെ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട് എവിടേക്ക് മാത്രം എവിടേക്ക് മാത്രം ഇംഗ്ലണ്ടിലേക്ക് മാത്രം. പിന്നെയോ പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ട്രൂപ്സിന് വേണ്ട എന്ത് കൊടുക്കണം മെയിൻ്റെനൻസ് കൊടുക്കും അല്ലേ. അപ്പോൾ ട്രൂപ്സിന് വേണ്ടിയുള്ള കാര്യം. ഏറ്റവും അവസാനം എന്താ ഇമ്പോർട്ട് ടാക്സ് ആണ്, ടാക്സുമായി ബന്ധപ്പെട്ടാണ്. ഈ 5 കാര്യങ്ങളെ ഓരോ വാക്കിൽ നിങ്ങൾ പഠിച്ചെടുക്കാൻ നിങ്ങൾ നിർബന്ധമായി ഈ ഓരോ സെന്റൻസ് വെച്ച് 5 മെറക്കൽ ലിസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. കഴിഞ്ഞ പരിപാടി. ഇനി ഒന്നാം വൻകര സമ്മേളനത്തിൽ പോവാണെങ്കിൽ ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസിൽ പോവാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ മൂവ്മെന്റ്സ് അവിടെ നടന്നില്ല. അത് എന്ത് മാത്രം നമ്മൾ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുത്തു അല്ലേ. ആ പെറ്റീഷൻ എന്താ പറയുക ഒരു നിവേദനം കൊടുക്കുക നമ്മൾ ചെയ്ത് രാജാവിന് ഒരു നിവേദനം നൽകി ഒരു പെറ്റീഷൻ കൊടുത്തു. രാജാവിന് ഒരു പെറ്റീഷൻ കൊടുത്തു. വേറെ ഒന്നും നമ്മൾ അവിടെ ചെയ്തിട്ടില്ല. സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസിലേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ. അതിൽ ഒന്നാമത് നമ്മൾ ചെയ്തത് നമുക്കൊരു നേതാവ് വേണം. ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുത്തു അല്ലെ. ഒരു ലീഡർ നമ്മൾ ലീഡർ ജോർജ് വാഷിങ്ടൺ അല്ലെ. ജോർജ് വാഷിങ്ടണിനെ നമ്മൾ എന്താക്കി കോണ്ടിനെന്റൽ ആർമിയുടെ നേതാവായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. റെഡി അല്ലേ. ആരാണ് ജോർജ് വാഷിങ്ടണിനെ നമ്മൾ നേതാവായി തിരഞ്ഞെടുത്തു. ഇനി അടുത്തെന്താ ഇനി നമ്മൾ പിന്നെ നമ്മൾ ചെയ്തെന്താ പിന്നെ അതേ സമയം എന്താണ് നമ്മുടെ ഫാംലെറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ ലഘുലേഖ. ആ ലഘുലേഖയാണ് കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് ഓക്കെ. കോമൺ സെൻസ് ലഘുലേഖ തയ്യാറാക്കി. പിന്നെന്താ പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ആ വർഷം പഠിച്ചു വെക്കണം. 1776 ജൂലൈ 4 എന്നുള്ള വർഷം പഠിച്ചു വെക്കണം. റെഡി. അത് കഴിഞ്ഞ പിന്നെന്താ പാരീസ് ഉടമ്പടിയാണ്. ആ പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു അമേരിക്കയുടെ 13 കോളനീസിന് എന്ത് ചെയ്തു സ്വാതന്ത്ര്യം കിട്ടി. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ പിന്നെ കോമൺ സെൻസ് ആര് ചെയ്തു തോമസ് പെയിൻ ഉണ്ടാക്കി. അതിനുശേഷം എന്താണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ കഴിഞ്ഞാലോ ട്രീറ്റി ഓഫ് പാരീസ് ആണ്. ട്രീറ്റി ഓഫ് പാരീസ് നോക്കി നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ അമേരിക്കൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ ഇതൊരു പേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പേജിന് ചെറിയൊരു മൂലക്കലൊക്കെ ആകെ ഈ സാധനമുള്ളൂ. നിങ്ങൾ ഓരോ റെവല്യൂഷനും പഠിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് അതിലെ പ്രധാന ഇവന്റ്സിനെ വെച്ച് നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് നോക്കാലോ. കയ്യൂലെങ്കിൽ വിട്ടേക്ക്. അത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്കിത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഹെൽപ്ഫുൾ ആവാൻ നിർബന്ധമായി നിങ്ങൾ ഈ രീതിയിൽ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട ശേഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഷോർട്ട് നോട്ട് ഈ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ അമേരിക്കൻ റവല്യൂഷൻ മുഴുവൻ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യുക. നിർബന്ധമായും ഈ വീഡിയോന് താഴെ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ ഇല്ലേ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്കും തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ട്രിക്സും ടിപ്സുമായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്.